കേളകം പഞ്ചായത്തിലെ മാടത്തിൻകാവ് മേഖലയിൽ രോഗബാധ മൂലം കശുമാവുകൾ ഉണങ്ങി നശിക്കുന്നു. തടിതുരപ്പൻ പുഴുക്കളുടെ ആക്രമണത്തിലാണ് കശുമാവുകൾ ഉണങ്ങുന്നത്. ഇതോടെ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കർഷകർ. രോഗബാധയെ തുടർന്ന് കശുമാവുകൾ മലയോരത്ത് വ്യാപകമായി ഉണങ്ങി നശിക്കുകയാണ്. റബ്ബർ, കുരുമുളക് എന്നിവയുടെ വിലത്തകർച്ചയെ തുടർന്ന് സാമ്പത്തിക പ്രതിസന്ധിയിലായ മലയോര കർഷകരുടെ അവസാന പ്രതീക്ഷകൾക്കാണ് ഇതോടെ തിരിച്ചടിയാവുന്നത്. റബ്ബറിന് നല്ല വില ലഭിച്ചിരുന്ന സമയത്ത് കശുമാവിൻ തോട്ടങ്ങൾ മുറിച്ചു നീക്കിയാണ് പലരും റബ്ബർ കൃഷിയിലേക്ക് തിരിഞ്ഞത്. റബ്ബറിന്റെ വില കുത്തനെ ഇടിഞ്ഞതോടെ പലരും റബ്ബർ തോട്ടങ്ങൾ മുറിച്ചു നീക്കി വീണ്ടും കശുമാവ് കൃഷിയിലേക്ക് തിരിഞ്ഞു. കശുമാവ് കൃഷി വ്യാപിപ്പിക്കാൻ കൃഷിവകുപ്പ് ഒട്ടേറെ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ടെങ്കിലും കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല. കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനവും കശുമാവ് കൃഷിയെ സാരമായി ബാധിച്ചു. തുടർച്ചയായുണ്ടായ പ്രളയത്തെ തുടർന്ന് കശുമാവിനു പുറമെ തെങ്ങ്, കമുക്, പ്ലാവ് തുടങ്ങിയ കൃഷികളും വ്യാപകമായി നശിച്ചു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി കശുവണ്ടി കർഷകർക്ക് ന്യായവില ലഭ്യമാക്കാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടികൾ ഉണ്ടാകുന്നില്ലെന്നും ആരോപണമുണ്ട്. 2 മഴ പെയ്തു കഴിഞ്ഞാൽ കശുവണ്ടി വില കുത്തനെ ഇടിയും. ഇതോടെ കിട്ടുന്ന വിലയ്ക്ക് കശുവണ്ടി വിറ്റഴിക്കുകയാണ് കർഷകർ ചെയ്യുന്നത്. കശുവണ്ടിക്ക് ന്യായവില ലഭ്യമാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. കശുമാവ് കൃഷി മുഴുവൻ ഒരു കരിച്ചിൽ പിടിച്ചു പോയേ. സമയത്തിന് മരുന്നടിക്കാനും പറ്റിയില്ല. അത് ഈ തേയിലക്കൊതിന്റെ ശല്യം രൂക്ഷമായതുകൊണ്ട് വില ഇപ്പം നല്ല 160 മേലെ വില ഇവിടെ എടുക്കുന്നുണ്ടല്ലോ ടൗണിൽ കടവഴിയൊക്കെ ഉണ്ട്. കേളകം പഞ്ചായത്തിലെ മാടത്തിൻകാവ് മേഖലയിൽ നിരവധി കശുമാവുകളാണ് ഉണങ്ങി നശിച്ചത്. കശുവണ്ടി വില 160 കഴിഞ്ഞ് മുന്നോട്ട് കുതിക്കുന്നുണ്ടെങ്കിലും ഉൽപാദനക്കുറവ് കർഷകന് വലിയ വെല്ലുവിളിയാവുകയാണ്. ന്യൂസ് ബ്യൂറോ, പേരാവൂർ.